സിദാൻ നിറഞ്ഞു കളിച്ച ടൂർണമെന്റിൽ ഫൈനലിൽ എതിരാളികൾ ഇറ്റലി. സിദാന്റെ കരിയറിലെ അവസാനത്തെ മത്സരം ഈ ഒരു വേൾഡ് കപ്പ് ഫൈനലാണ്. ഫ്രാൻസിന് പ്രതീക്ഷ നൽകി സാക്ഷാൽ ബുഫണിനെതിരെ സിദാൻ പനേങ്ക കിക്കിലൂടെ പെനാൽറ്റി സ്കോർ ചെയ്ത് ഫ്രാൻസിന് ലീഡ് നേടിക്കൊടുക്കുന്നു. എവരിവൺ തോട്ട് ഇറ്റ് വിൽ ബി എ പെർഫെക്റ്റ് ഹാപ്പി റിട്ടയർമെന്റ് ഫോർ സിദാൻ. എന്നാൽ സമനിലയായ മത്സരത്തിന്റെ എക്സ്ട്രാ ടൈമിൽ താൻ ഇതുവരെ ജീവിതത്തിൽ അനുഭവിച്ച വേദനകളെല്ലാം അയാൾക്ക് ഓർമ്മ വന്നിരിക്കണം. ഗോൾവല ലക്ഷ്യമാക്കി ചലിപ്പിക്കാറുള്ള തല തന്റെ കൂടപ്പിറപ്പിനെ അധിക്ഷേപിച്ച മറ്റൊരാശയുടെ നെഞ്ചിലേക്ക് സിദാൻ ഇടിച്ചു കയറ്റുന്നു. കരിയറിൽ പലതവണ കണ്ട റെഡ് കാർഡ് വീണ്ടും ഉയരുമ്പോൾ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ വലത് കൈയിൽ ചുറ്റിയ ബാൻഡേജ് അഴിച്ചുകൊണ്ട് അരികിൽ വേൾഡ് കപ്പിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ തലകുനിച്ച് ടണലിലേക്ക് നടക്കുന്ന സിദാന്റെ ചിത്രം ഫുട്ബോൾ ഹിസ്റ്ററിയിലെ ഒരു ഷേക്സ്പീരിയൻ ട്രാജഡി തന്നെയാണ്. ഗോൾഡൻ ബോൾ നേടി ദുരന്ത നായകനായി മടങ്ങി വന്ന താരത്തെ പക്ഷേ ഫ്രാൻസ് സിസു എന്ന സ്നേഹത്തോടെ വിളിച്ച് പിന്തുണച്ചുകൊണ്ടാണ് വരവേൽക്കുന്നത്. കവിയായിട്ടുള്ള സച്ചിദാനന്ദൻ ഇതേപറ്റി എഴുതിയ കവിതയുടെ പേര് സിനദിൻ സിദാന്റെ അവസാനത്തെ ഗോൾ എന്നും ഈ ഒരു ഇൻസിഡന്റിനെ ഒടുവിലത്തെ ഹെഡർ എന്നുമാണ് വിളിക്കുന്നത്. ആ വിഖ്യാതമായ ഹെഡ്ബട്ടോടെ വേൾഡ് കപ്പ് ഫൈനലിൽ റെഡ് കാർഡ് കണ്ട് സിദാൻ ആസ് എ പ്ലെയർ കരിയർ അവസാനിപ്പിക്കുകയും ചെയ്തു. പിന്നീട് റയൽ പരിശീലകനായി റിപ്പീറ്റ് യൂസിൽ നേടി ഹി മെയ്ഡ് പോസിബിൾ സംതിങ് സീംഡ് ഇമ്പോസിബിൾ ബിക്കോസ് ഹി ഈസ് സിനദിൻ സിദാൻ. നന്ദി സിദാൻ, മിഡ്ഫീൽഡിലെ കവിതയായതിനും അധിക്ഷേപങ്ങൾക്ക് മുമ്പിൽ അമാനുഷികനായി നിശബ്ദനാവാതെ വെറുമൊരു മനുഷ്യനായി പെരുമാറിയതിനും.